സാറേ ചാലിയാറിനടുത്തുള്ള വാനുംപുഴ കോളനി എന്നാണ് സാറേ. അത് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു കോളനിയാണ്. നീ കാര്യം പറ. സാറേ, പ്രളയം വന്നപ്പോൾ കാട് കയറിയ മക്കളാണ് ഞങ്ങൾ. 5 വർഷമായിട്ടും ടാർപോളിനും മുളയും കൊണ്ടും വെച്ച കൂരയിലാണ് താമസം. സർക്കാർ ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നിട്ടില്ല, ഒരു സൗകര്യവും ഇല്ല. മഴക്കാലത്ത് അരിയും സാധനങ്ങളും തരാനല്ലാതെ സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. മഴക്കാലത്ത് തിന്നാനെങ്കിലും കിട്ടുന്നില്ലേ? അതുപോലും കിട്ടാത്ത എത്ര പേരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എല്ലാത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കില്ല. 5 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇനി സമയമുണ്ടല്ലോ. ആനയും പുലി ഇറങ്ങുന്ന സമയത്ത് ഉയരും കൈ പിടിച്ച് മക്കളെ എടുത്തോണ്ട് ഓടുന്നൊരു ഓട്ടുണ്ട് സാറേ. എത്രയെന്ന് വെച്ചാൽ കയറി ഇറങ്ങുക. എടോ, ഇപ്പോൾ ഉരുള് പൊട്ടിയവർക്ക് പുതിയ ടൗൺഷിപ്പ് പണിയാണ്. അവർക്ക് നഷ്ടപ്പെട്ട ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കുക. ആ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ കാര്യം അറിയാതെ വർത്തമാനം പറയാൻ നിൽക്കരുത്. ടൗൺഷിപ്പ് ഒന്നും ഞങ്ങൾക്കില്ല സാറേ. ടൗൺഷിപ്പാ? കാടിന്റെ മക്കൾക്ക് എന്തിനാടാ ടൗൺഷിപ്പ്? ആദ്യം മനുഷ്യക്കോലത്തിൽ അടക്കാൻ പഠിക്കും. മനുഷ്യക്കോലത്തിൽ അടക്കണങ്ങളൊക്കെ കാട്ടുപന്നിന്റെ സ്വഭാവമല്ല കാണിക്കണം സാറേ. മഴക്കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാത്തൊരു വീട് വെച്ച് തന്നാൽ മതി. എടോ, തന്നോട് ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. ഒരു കാര്യത്തിന്റെ പുറകെ നടന്ന് പഴക്കം ചെന്നാൽ അതങ്ങ് വിട്ട് കളയണം. ചുമ്മാ അതി കയറി തൂങ്ങി പിടിച്ച് നടക്കരുത്. സാറിന്റെ അപ്പം കാലപ്പഴക്കം വന്ന അപ്പനെ കളഞ്ഞിട്ട് പുതിയ അപ്പനെ വാങ്ങുമോ സാറേ? ഞങ്ങൾ മനുഷ്യരാണ് സാറേ. സർക്കാർ അറിയണം, കാട്ടിലെ ആദിവാസിന്റെ കോലം ചേലൊക്കെ എങ്ങനെ കഷ്ടപ്പാട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എവിടെയെങ്കിലും ആന നിൽക്കും. ആ ആന കാണുമ്പോ അരി അവിടെ ഇട്ടിട്ട് കുട്ടികളെടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിമാറി ഞങ്ങൾ പോകും. അതും കൂടെ ഇവരെ ഓർക്കണ്ട്. ഞങ്ങളപ്പോ ഇവിടെ പട്ടിണി നിൽക്കാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. 5 വർഷങ്ങൾ ഇവരും പ്രളയബാധിതരായിരുന്നു. ഇനിയും പുനരധിവസിപ്പിച്ചിട്ടില്ലാത്ത പ്രളയബാധിതർ.